ഉത്തര കേരളത്തിലേക്കാണ്. വടക്കൻ കേരളത്തിൽ സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച് അതിൻ്റെ ചർച്ചകൾ ഏറെക്കുറെ പൂർത്തിയായിട്ടുണ്ട്. അവിടെയും മത്സരചിത്രം തെളിയുകയാണ്. വിവരങ്ങൾ നൽകുന്നതിനായി ദീപക് ധർമ്മടം കോഴിക്കോട് നിന്ന് ചേരുന്നു. ദീപക് ധർമ്മടം, ഉത്തര കേരളത്തിൽ വളരെ വാശിയേറിയ മത്സരങ്ങൾ നടക്കുന്ന പല മണ്ഡലങ്ങളുണ്ട്, ഏകപക്ഷീയമായ ചില മത്സരങ്ങൾ നടക്കുന്ന മണ്ഡലങ്ങളുമുണ്ട്. അങ്ങനെ സംസ്ഥാനത്തിൻ്റെ ശ്രദ്ധാകേന്ദ്രമാവുകയാണ് വടക്കൻ കേരളം. അവിടെ നിന്നുള്ള വിശേഷങ്ങൾ എന്തൊക്കെയാണ്? ദിലീപ് കുമാർ പറഞ്ഞതുപോലെ ഉത്തര കേരളം എപ്പോഴും രാഷ്ട്രീയ തലസ്ഥാനമാണ്. ഏത് തെരഞ്ഞെടുപ്പിലായാലും തെരഞ്ഞെടുപ്പിൻ്റെ വാശിയേറിയ പോരാട്ടത്തിൻ്റെ ശ്രദ്ധാകേന്ദ്രം വടക്കേ മലബാറാണ്. അതിൽ സ്ഥാനാർത്ഥി നിർണയം ഏറെക്കുറെ പൂർത്തിയായി ചിത്രം തെളിയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുഖ്യമന്ത്രി പിണറായി വിജയൻ വീണ്ടും ജനവിധി തേടുന്നു. മൂന്നാമത് അദ്ദേഹം ധർമ്മടം മണ്ഡലത്തിൽ, സ്വന്തം മണ്ഡലത്തിൽ ജനവിധി തേടുന്നു എന്നുള്ളതാണ്. മറ്റു പ്രധാനപ്പെട്ട നേതാക്കളുടെ മത്സര ചിത്രത്തിൽ വ്യക്തമായ ചിത്രം പരിശോധിക്കുമ്പോൾ ഇടതുമുന്നണിയുടെ കൺവീനർ TP രാമകൃഷ്ണൻ പേരാമ്പ്രയിൽ നിന്നും ജനവിധി തേടാൻ പോകുന്നു. മന്ത്രി മുഹമ്മദ് റിയാസ് ബേപ്പൂരിൽ നിന്നും ജനവിധി തേടാൻ പോകുന്നു. KK ശൈലജ ടീച്ചർ CPIM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം, വലിയ ക്രൗഡ് പുള്ളർ, എവിടെയും വിന്നബിലിറ്റിയുള്ള സ്ഥാനാർത്ഥി സ്വന്തം മണ്ഡലത്തിൽ നിന്നും, അതായത് മട്ടന്നൂർ മണ്ഡലം ശൈലജ ടീച്ചറെ സംബന്ധിച്ചിടത്തോളം സ്വന്തം മണ്ഡലമാണ്. നേരത്തെ അവർ കൂത്തുപറമ്പ് മണ്ഡലത്തിൽ നിന്നും ജയിച്ചായിരുന്നു അവരെ ആരോഗ്യമന്ത്രിയാക്കിയത്. അതിനുശേഷം അവർ മട്ടന്നൂരിൽ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്നു. എന്നാൽ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിൻ്റെ സ്വന്തം മണ്ഡലമായ പേരാവൂരിൽ, വർഷങ്ങൾക്ക് മുൻപ് പേരാവൂർ മണ്ഡല പുനർനിർണയത്തിന് മുൻപ് KK ശൈലജയുടെ മണ്ഡലമായിരുന്നു എന്നുള്ളത് കൂടിയുണ്ട്. ആ മണ്ഡലത്തിലേക്ക് KK ശൈലജ ഇറക്കാൻ പോകുന്നു. അതിൽ അസ്വസ്ഥതകളുണ്ട് എന്ന വാർത്ത വരുന്നു. എന്നാൽ KK ശൈലജയുമായി സംസാരിക്കുമ്പോൾ അവർ പാർട്ടി തീരുമാനിക്കുന്ന മണ്ഡലത്തിൽ മത്സരിക്കുമെന്നുള്ളതാണ്. ഇന്നിപ്പോൾ CPIM-ന്റെ സംസ്ഥാന കമ്മിറ്റി യോഗം നടക്കുകയാണ്. ഏതാണ്ട് വൈകിട്ടോടുകൂടി സംസ്ഥാന കമ്മിറ്റി ഉച്ചയോടുകൂടി തന്നെ അന്തിമ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക്, CPIM സ്ഥാനാർത്ഥികളുടെ പട്ടികയ്ക്ക് രൂപം നൽകും. മറ്റൊന്ന്, കോൺഗ്രസിൻ്റെതാണെങ്കിൽ സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ അന്തിമഘട്ടത്തിലേക്ക് എത്തിയില്ല എന്നുള്ളതാണ്. ഇന്ന് കാലത്തും നേതാക്കളുമായി സംസാരിക്കുമ്പോൾ മനസ്സിലായത്. K സുധാകരൻ MP-ക്ക് കണ്ണൂരിൽ മത്സരിക്കാൻ മോഹമുണ്ടെന്ന് അദ്ദേഹം പരസ്യമായി പറഞ്ഞു. ഇപ്പോഴും അദ്ദേഹം കണ്ണൂരിൽ നിർത്തിയാൽ മണ്ഡലം പിടിക്കാമെന്ന് പറയുന്നു. കടന്നപ്പള്ളിയുടെ നിലവിൽ സിറ്റിംഗ് മന്ത്രിയുടെ മണ്ഡലമാണ്. ആ മണ്ഡലം തിരിച്ചുപിടിക്കാൻ UDF ആത്രത്തിൽ ശ്രമം നടത്തുന്നു. എന്നാൽ അതിൽ K സുധാകരൻ മത്സരിക്കേണ്ടതില്ല, സിറ്റിംഗ് MP-മാർ മത്സരിക്കേണ്ടതില്ല എന്ന നിലപാടാണ് ഹൈക്കമാൻഡ് എടുത്തത്. കോൺഗ്രസിനാണെങ്കിൽ വടക്കേ മലബാറിൽ നിന്നും സീറ്റ് കൂടുതൽ കിട്ടണം. അതായത് രാഷ്ട്രീയ കേരളം കൃത്യമായി പറഞ്ഞാൽ 80-60-മായി, അതായത് ഉത്തര കേരളത്തിൽ മലബാറിലെ 80-60 സീറ്റും അത് കഴിഞ്ഞ് തിരുക്കൊച്ചിയിലെ 80 സീറ്റിലും ലീഡ് പിടിക്കുന്നത് മലബാറിൽ നിന്നും കൂടിയാൽ മാത്രമേ UDF-ന് ഭരണത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റൂ. അതിൽ നിലവിൽ മലപ്പുറത്ത് മാത്രമാണ് UDF-ന് വലിയ അത്രമേൽ മേൽക്കൈയുള്ളത്. കോഴിക്കോടാണെങ്കിൽ കോൺഗ്രസിന് ഒരു സീറ്റ് പോലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന് തിരിച്ചു പിടിക്കാൻ മണ്ഡലങ്ങളുണ്ട്. അതിൽ കൊയിലാണ്ടി ലക്ഷ്യം വയ്ക്കുന്നു. അഡ്വക്കേറ്റ് പ്രവീൺ കുമാർ DCC പ്രസിഡന്റിനെ അവിടെ മത്സരിപ്പിക്കാൻ നോക്കുന്നു. എന്നാൽ മുല്ലപ്പള്ളി അവിടെ മത്സരിക്കണമെന്ന ആവശ്യം ചിലർ ഉന്നയിച്ചു. മുല്ലപ്പള്ളി ഇപ്പോഴും മത്സര സന്നദ്ധത പറഞ്ഞിട്ടില്ല. കണ്ണൂരിൽ മുല്ലപ്പള്ളി ഇറക്കിയാൽ മുല്ലപ്പള്ളി പഴയ കണ്ണൂർ MP-യാണ്. ആ നിലയിൽ ആ മണ്ഡലം പിടിക്കാം എന്ന് K സുധാകരനെ ചെക്ക് വയ്ക്കാൻ വേണ്ടി അത്തരത്തിൽ നീക്കം. BJP-ക്കാണെങ്കിൽ കേരളത്തിൽ BJP ലക്ഷ്യമിടുന്ന 2 മണ്ഡലങ്ങൾ, അത് കാസർകോട്ടെ മഞ്ചേശ്വരം, അവിടെ K സുരേന്ദ്രനെ മത്സരിപ്പിക്കും. പാലക്കാട് ശോഭാ സുരേന്ദ്രനോ കൃഷ്ണകുമാറോ എന്നുള്ളത് വ്യക്തമല്ല. കൃഷ്ണകുമാർ മലമ്പുഴയിലേക്ക് മാറുകയാണെങ്കിൽ ശോഭാ സുരേന്ദ്രൻ ആയിരിക്കും പാലക്കാട്. അങ്ങനെ 2 മണ്ഡലങ്ങൾ അവർ വിജയസാധ്യതാ പട്ടികയിൽ A ഗ്രേഡ് മണ്ഡലമായി കേന്ദ്ര നേതൃത്വം കണ്ടെത്തിയിരിക്കുന്നു. BL സന്തോഷ് കേരളത്തിലെ കാര്യങ്ങൾ വളരെ കൃത്യമായി വിലയിരുത്തി, ദേശീയ സംഘടനാ ജനറൽ സെക്രട്ടറി. അതുകൊണ്ട് കേരളത്തിൽ ചില ലോട്ടസ് ഓപ്പറേഷൻസ് നടക്കുമെന്നുള്ള കണക്കുകൂട്ടലാണ് BJP. അങ്ങനെ മുന്നണികൾക്ക് 3-നും അഭിമാന പോരാട്ടം നടക്കുന്ന, തീപ്പാറും പോരാട്ടം നടക്കുക മലബാറിൽ തന്നെയായിരിക്കും. ദിലീപ് കുമാർ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.